ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ 42-ാം ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. അച്ഛാ, ഒരു മിനിറ്റ്. ഇവരോട് വെറുതെ ദേഷ്യപ്പെടണ്ട. സംസാരിക്കാനുള്ളത് എനിക്കാണ്. എനിക്കൊരാളെപ്പറ്റി ഒരു വിവരം അറിയാനുണ്ട്. മറ്റുള്ളവരോട് ചോദിക്കുന്നതിൽ നല്ലതല്ലേ പള്ളിയിലെ അച്ഛനോട് ചോദിക്കുന്നത്? കൊച്ചച്ഛൻ തൻ്റെ തനി സ്വഭാവം പുറത്തെടുത്ത് കാര്യങ്ങൾ വഷളാക്കുമെന്ന് കണ്ട ആമിക അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ചെന്നു നിന്ന് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ആമികയുടെ ആത്മവിശ്വാസത്തിൽ കൊച്ചച്ഛൻ ഒന്ന് പകച്ചുപോയി. ചുറ്റുമുള്ള സംഘത്തെ ഒന്ന് നോക്കിയ ശേഷം പൈപ്പിൻ ചുവട്ടിൽ നിന്ന് കൈ കഴുകി തലയിൽ കെട്ടിയിരുന്ന തോർത്തെടുത്ത് ഈർപ്പമുള്ള കൈകൾ തുടയ്ക്കുന്നതിനിടയിൽ അദ്ദേഹം മുരടനക്കത്തോടെ പറഞ്ഞു, എങ്കിൽ പിന്നെ നീ മാത്രം അകത്തേക്ക് വന്നാൽ മതി. ഈ വാനരപ്പട പുറത്തു തന്നെ നിൽക്കട്ടെ. അദ്ദേഹം ഗൗരവത്തോടെ പള്ളിമേടയിലേക്ക് നടന്നു. അവിടെ ഇരുന്നോളൂ. എന്നിട്ട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് പറ, എനിക്ക് വേറെ പണിയുണ്ട്. സീറ്റിലേക്കിരുന്ന് തൊട്ടുമുന്നിലെ കസേര അവൾക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്കൊരാളെപ്പറ്റി അറിയണം. എൻ്റെ കൊച്ചേ, ഇത് പള്ളിയാണ്, അല്ലാതെ മാരേജ് ബ്യൂറോ അല്ല. ജനങ്ങൾക്ക് നന്മ ഉപദേശിക്കാനും അവരെ വിശുദ്ധിയുടെ പാതയിലേക്ക് നയിക്കാനും നിയോഗിക്കപ്പെട്ട ഒരു വൈദികനാണ് ഞാൻ. അത് മറന്നു പോകരുത്. നിങ്ങൾക്ക് അല്പം സ്വാതന്ത്ര്യം തന്നു എന്ന് വിചാരിച്ച് അതെൻ്റെ ബലഹീനതയായി കാണരുത്. അവളുടെ ആ ചോദ്യം കേട്ടതും കൊച്ചച്ഛൻ ദേഷ്യം നിയന്ത്രിക്കാൻ പാടുപെട്ടുകൊണ്ട് പറഞ്ഞു. ആമിക പതറാതെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി സാവധാനം ചോദിച്ചു, അച്ഛാ, എനിക്കറിയാം ഇത് പള്ളിയാണ്, മാരേജ് ബ്യൂറോ അല്ല എന്ന്. എങ്കിലും ഇവിടെ കണ്ട ഒരാളെപ്പറ്റി ഇവിടെ തന്നെ വേണ്ടേ അന്വേഷിക്കാൻ? ഒന്ന് നിർത്തി അല്പം മുന്നോട്ടാർ ആഞ്ഞിരുന്നു കൊണ്ട് അവൾ തുടർന്നു. പള്ളിപ്പെരുന്നാളിൻ്റെ അന്ന് ബാൻഡ് മേളം നടക്കുമ്പോൾ അവിടെ ഞാൻ ഒരാളെ കണ്ടിരുന്നു. അച്ഛൻ്റെ തൊട്ട് ചേർന്ന് താടിയൊക്കെ ഉള്ളൊരു ചേട്ടൻ. അയാൾ ആരാണെന്നൊന്ന് പറയാമോ? ആ ചോദ്യം കേട്ടതും ആ വൈദികൻ്റെ കോപം ആളിക്കത്തി. എങ്കിലും ആത്മസംയമനം വീണ്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തേക്കുള്ള വാതിൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ കൊച്ചേ, പള്ളിപ്പെരുന്നാളിന് ഈ നാട്ടിൽ പല നാടുകളിൽ നിന്നും ആളുകൾ വരും. അവരൊക്കെ ആരാ എന്താ എന്നൊക്കെ അന്വേഷിച്ചറിയാൻ ഇവിടെ ആർക്കും നേരമില്ല. ദയവ് ചെയ്ത് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. ആമികയുടെ മുഖത്ത് ഗൗരവം കൂടി. അവൾ അപേക്ഷാസ്വരത്തിൽ പറഞ്ഞു, അച്ഛാ, ദേഷ്യപ്പെടല്ലേ. ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, പ്ലീസ്. അക്ഷമയോടെ കസേരയിലേക്ക് ഒന്നുകൂടി ചാരിയിരുന്നുകൊണ്ട് അദ്ദേഹം മുഷിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ വേഗം പറഞ്ഞിട്ട് പൊയ്ക്കോ, എനിക്ക് പ്രാർത്ഥനയ്ക്ക് സമയമായി. ആമിക ദീർഘമായ ഒരു ശ്വാസം ഉള്ളിലേക്കെടുത്തു. വളരെ ശ്രദ്ധയോടെ പറയാൻ തുടങ്ങി, അച്ഛൻ കരുതുന്നത് പോലെ ഞാനൊരു കുസൃതിക്കാരി പെൺകുട്ടിയൊന്നുമല്ല. ഞാനിവിടെ വന്നത് തികച്ചും ഗൗരവമുള്ള രഹസ്യ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. എൻ്റെ ഐഡൻറ്റിറ്റി പുറത്തു പറയാൻ എനിക്ക് നിവൃത്തിയില്ല. കാരണം ഈ അന്വേഷണം അത്രമേൽ വ്യക്തിപരമാണ്. പിന്നെ ഈ കുട്ടിക്കൂട്ടങ്ങളോടുള്ള സൗഹൃദം, ഏത് നാടിൻ്റെയും യഥാർത്ഥ ചലനങ്ങൾ അറിയുന്നത് അവിടുത്തെ യുവത്വമാണ്. അതുകൊണ്ട് അവർക്കൊപ്പം കൂടിയാൽ ഈ അന്വേഷണത്തിന് എന്തെങ്കിലും തുമ്പ് കിട്ടിയാലോ എന്ന് കരുതിയാണ് ഞാൻ ഇവരുടെ കൂട്ടത്തിൽ കൂടിയത്. ഒന്ന് നിർത്തി ദീർഘമായി നിശ്വസിച്ച് തുടർന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരാളെപ്പറ്റി അന്വേഷിക്കുന്നത് അത് തികച്ചും എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരിഷ്ടം തോന്നി. വീട്ടിൽ സംസാരിച്ചു. പക്ഷേ അയാൾ ആരാണെന്നോ എവിടെ നിന്നുള്ളതാണെന്നോ കണ്ടെത്താൻ എൻ്റെ മുമ്പിൽ വേറെ വഴികളൊന്നുമില്ല. അതുകൊണ്ട് അയാളെപ്പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ അച്ഛൻ സഹായിക്കണം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വഴി നോക്കിക്കോളാം. അവളുടെ സംസാരം കേട്ട് പുച്ഛത്തോടെ തലയാട്ടിക്കൊണ്ട് കൊച്ചച്ഛൻ കൈമടക്കി പിടിച്ചു. അന്വേഷണമോ? ആദ്യം പോയി 4 അക്ഷരം പഠിക്കാൻ നോക്കുവച്ചേ. ഒരടവും നടക്കില്ലെന്ന് കണ്ടപ്പോൾ അടുത്ത നാടകവുമായി ഇറങ്ങിയിരിക്കുകയാണല്ലേ. അച്ഛൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവളിൽ നേർത്തൊരു പുഞ്ചിരി വിടർന്നു. അവൾ ചുറ്റും കണ്ണോടിച്ച് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അല്പം താഴ്ന്ന എന്നാൽ ഗൗരവമുള്ള സ്വരത്തിൽ പറഞ്ഞു, അച്ഛൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇനിയൊന്നും ഒളിച്ചു വെക്കുന്നില്ല. പക്ഷെ അതിനു മുമ്പ് അച്ഛൻ എനിക്കൊരു വാക്ക് തരണം. ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ ഒരു കുമ്പസാര രഹസ്യം പോലെ അച്ഛൻ കാത്തു സൂക്ഷിക്കുമെന്ന്. പ്ലീസ്. അവൾ അദ്ദേഹത്തിന് നേരെ കൈനീട്ടി. ആമികയുടെ മുഖത്തെ ആ ദൃഢത കണ്ട് കൊച്ചച്ഛൻ സംശയത്തോടെ കണ്ണുകൾ കൂർപ്പിച്ച് അവളെ തന്നെ നോക്കിയിരുന്നു. അച്ഛാ, വൈഷ്ണവി എന്നത് എൻ്റെ വിളിപ്പേര് മാത്രമാണ്. എനിക്ക് ഔദ്യോഗികമായി മറ്റൊരു പേരുകൂടിയുണ്ട്. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൾ തുടർന്നു, ആമിക ജയദേവൻ IPS. ആ വാക്കുകൾക്കൊപ്പം അവൾ മുന്നോട്ട് നീട്ടിയ ID കാർഡിലെ തെളിവ് നേരിട്ട് കണ്ടതും കൊച്ചച്ഛൻ്റെ മുഖത്തെ ഭാവം മാറി. അദ്ദേഹം വിയർത്ത് വിളറി. ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ കസേരയിൽ സ്തംഭിച്ചിരുന്ന അദ്ദേഹം പെട്ടെന്ന് ഭയത്തോടെയും ആദരവോടെയും എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു, അയ്യോ മാഡം, ഞാൻ ആളറിയാതെ എന്നോട് ക്ഷമിക്കണം.
അതൊന്നും കുഴപ്പമില്ല അച്ഛാ. ഞാനിപ്പോൾ സസ്പെൻഷനിലാണ്. സസ്പെൻഷനിലുള്ള പോലീസുകാരിയും പല്ലുപോയ സിംഹവും ഒരുപോലെയാണച്ചാ. അതുകൊണ്ട് അത് വിട്. എൻ്റെ ജ്യേഷ്ഠനെ കണ്ടെത്തുക എന്നതായിരുന്നു ഇവിടെ വരുന്നത് വരെ എൻ്റെ ഏക ലക്ഷ്യം. അതിനിടയ്ക്കാണ് ഇതുപോലൊരാൾ മനസ്സിലേക്ക് കയറിക്കൂടിയത്. അതുകൊണ്ട് അയാൾ ആരാണെന്ന് അറിയണമെന്ന് ഒരാഗ്രഹം. പറ്റുന്നതാണെങ്കിൽ ആലോചിക്കാമെന്ന് ഡാഡി പറഞ്ഞിട്ടുണ്ട്. അവൾ അല്പം ശ്വാസം എടുത്ത് തുടർന്നു. ഇതൊന്നുമല്ല എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ ഏട്ടൻ വിഷ്ണുവിൻ്റെയും അന്നമ്മച്ചിയുടെ മകൾ ക്ലാരയുടെയും അവരുടെ സുഹൃത്ത് പീറ്ററിൻ്റെയും തിരോധാനം തന്നെയാണ്. വർഷങ്ങൾക്ക് മുൻപ് ആരും അറിയാതെ ആരോടും പറയാതെ അവർ അപ്രത്യക്ഷരായി. അവരെ കണ്ടുപിടിക്കലാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. മോളെ, ഈ കഥയൊക്കെ നമ്മുടെ ഷാപ്പിലെ പത്രോസ് ചേട്ടൻ പറഞ്ഞ് എനിക്കറിയാം. പക്ഷേ നീ ചോദിക്കുന്ന ഈ ആൾ, അങ്ങനെ ഒരാളെ എനിക്കങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. അന്ന് പെരുന്നാളിന് പലരും എന്നോട് സംസാരിക്കാൻ വന്നിരുന്നു. അതിലാരാണ് നീ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പില്ല. പിന്നെ ഞാനും ഈ ഇടവകയിൽ വന്നിട്ട് അധികമായിട്ടില്ല. നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന വല്ല പിള്ളേരുമായിരിക്കും. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ തീർച്ചയായും പറയാം. ആമിക എഴുന്നേറ്റ് അദ്ദേഹത്തിന് കൈ കൊടുത്തു. അച്ഛാ, ഒത്തിരി നന്ദി. ഇതിൽ എൻ്റെ ഫോൺ നമ്പറുണ്ട്. എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ വിളിക്കണേ. ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറച്ചധികം ദിവസങ്ങളായി. പക്ഷേ അന്വേഷണത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്കിനി അധിക ദിവസം ഇവിടെ തങ്ങാനും പറ്റില്ല. അവിടെ കുറച്ചധികം കേസുകൾ തീർക്കാനുണ്ട്. എൻ്റെ കൊച്ചേ, എന്നാലും നീ ഇതൊരുമാതിരി പണിയായിപ്പോയി. എന്തായാലും നീ ഇത്രയും ദിവസം എൻ്റെ മുമ്പിൽ ഡ്രാമ കളിച്ചില്ലേ? ഇനി എൻ്റെ ഡ്രാമ കൂടി കണ്ടിട്ട് വയ്ക്കോ. പുറത്തേക്ക് നടക്കുമ്പോൾ കൊച്ചച്ഛൻ ആമികയെ നോക്കി പതുക്കെ പറഞ്ഞു. ഈശോയെ, ഇങ്ങനെ കാര്യങ്ങൾ കുളമാക്കുമെന്നാ തോന്നുന്നേ. കാത്തോളണേ. അച്ഛനെ നോക്കി ശാന്തമായി പുഞ്ചിരിക്കുമ്പോൾ ആമിക ഉള്ളിൽ ദൈവത്തെ വിളിച്ചു. അപ്പോഴേക്കും അവർ പള്ളിമുറ്റത്തേക്ക് അവൾക്ക് വേണ്ടി കാത്തുനിന്ന ആനിൻ്റെയും കൂട്ടുകാരുടെയും മുൻപിലേക്ക് എത്തിയിരുന്നു. നേരം വെളുക്കുമ്പോൾ ഓരോന്ന് കുറ്റിയും പറിച്ച് ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. വളർത്തു ദോഷം, അല്ലാതെ എന്തു പറയാനാ. അവളുടെ ഒരു പ്രേമം. ഇനി മേലാൽ ഇതുപോലുള്ള കാര്യങ്ങളും പറഞ്ഞ് ഈ വഴിക്ക് വന്നാൽ നല്ല പിടയ്ക്കുന്ന ചൂരൽ ഞാൻ എടുക്കും. പോത്തുപോലെ വളർന്നു, എന്നാൽ 10 പൈസയുടെ വിവരമില്ല. അച്ഛൻ മുഖത്ത് ആവോളം അഭിനയം അണിഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. അച്ഛൻ്റെ ഈ തകർപ്പൻ പ്രകടനം കണ്ട് ആമികയുടെ ഉള്ളിൽ ചിരി പൊട്ടി. ഇങ്ങനെ ബെസ്റ്റ് നടനാണല്ലോ, കണ്ടാലും അടിപൊളി. ഈ പണി നിർത്തിയിട്ട് വല്ല സിനിമയിൽ അഭിനയിക്കാൻ പോയിക്കൂടെ? ആമിക മനസ്സിൽ അത് പറയുമ്പോൾ അച്ഛൻ അവൾക്ക് നേരെ കണ്ണിറുക്കി. ഡി, ഇനി ഇവിടെ നിന്നാൽ ചിലപ്പോൾ ഇങ്ങനെ പിടിച്ച് നമ്മളെ ധ്യാനിപ്പിക്കാൻ വിടും. തൽക്കാലം നമുക്ക് പോകാം. ആൻ വെപ്രാളത്തോടെ അത് പറഞ്ഞു തീരും മുമ്പ് ഒരു കാർ അമിത വേഗതയിൽ അവരുടെ മുമ്പിലേക്ക് വന്ന് ബ്രേക്ക് ഇട്ട് നിന്നു. വൈഷു, നീ എന്താ ഫോൺ എടുക്കാത്തത്? വാ, അത്യാവശ്യമുണ്ട്. ഗ്ലാസ് താഴ്ത്തി പുറത്തേക്ക് തലയിട്ടുകൊണ്ട് അത് പറയുന്ന ജയദേവൻ്റെ ശബ്ദത്തിൽ എന്തെന്നില്ലാത്ത വെപ്രാളം നിറഞ്ഞിരുന്നു. അയ്യോ ഡാഡി വിളിച്ചിരുന്നോ? ഞാൻ കണ്ടില്ല. അച്ഛൻ്റെ മുറിയിലായിരുന്നു. പോക്കറ്റിൽ നിന്നും അപ്പനും മകൾക്കും മാത്രം അത്യാവശ്യ സന്ദർഭങ്ങളിൽ സംസാരിക്കാനുള്ള ആ പഴയ നോക്കിയ ഫോൺ പുറത്തെടുത്ത് അവൾ കാറിലേക്ക് കയറി. തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.